അതെ, ഞാൻ BJP-യുടെ ആലപ്പുഴ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതെ, നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പരസ്യമായിട്ട് പോസ്റ്റ് ഇടുന്ന കാര്യം ശോഭാ സുരേന്ദ്രനാണ് ഈ പൂന്തുറ ശ്രീകുമാർ മുഖാന്തരം നല്ല വൃത്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പുറത്തോട്ട് വരാത്ത രീതിയിൽ ഒതുക്കിയത്. ഈ പൂന്തുറ ശ്രീകുമാറുമായിട്ട് അവിടെ ആലപ്പുഴയില് അല്ല തിരുവനന്തപുരത്ത് സത്യാഗ്രഹം ഇരിക്കുന്ന സമയം നിങ്ങൾ പോസ്റ്റ് ഇട്ടോ നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് നിന്ന് നിങ്ങൾക്ക് ഞാൻ എന്താണ് സ്റ്റേറ്റസിന് പരാതി കൊടുക്കുന്നുണ്ട്? പൂന്തുറ ശ്രീകുമാറിന് ഇവിടെ 2-3 ഹരിനാരായണനും അതുപോലെ തന്നെ കണ്ണനും ഇവരും ഒക്കെ ആയിട്ട് ചേർന്ന് ആ അറുമുഖം എന്ന അശ്വതി അറുമുഖം ഇവരൊക്കെ കൂടെ ചേർന്ന് നല്ല മര്യാദയ്ക്ക് നല്ല വൃത്തിയായിട്ട് പ്രസംഗിച്ച് പറഞ്ഞ് സംസാരിച്ച് വന്ന എന്നെ ഒതുക്കിയത്. ഞാൻ വെളിയിലോട്ട് ആത്മാർത്ഥമായിട്ട് പറയാമെങ്കിൽ നിനക്ക് സ്നേഹം ഞാൻ ചോദിക്കട്ടെ, ഞാനൊന്നും പറഞ്ഞു ശോഭ അവിടെ വന്നപ്പം ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്, അടിച്ചു തൊഴിലാളി പറഞ്ഞു. എന്താ ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ പറയാൻ എനിക്കും പറ്റും, പക്ഷെ പറഞ്ഞോട്ടെ അതിനെ എതിർക്കേണ്ട സമയത്ത് എതിർക്കേണ്ട പോലെ ഞാൻ ശോഭ മര്യാദയ്ക്ക് പറയണമെന്നാണെങ്കിൽ എന്റെ കാര്യം കേൾക്കണം. അന്ന് അവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞ ഓഫീസിനകത്തിരിക്കുന്ന സെക്രട്ടറി എന്ന് പറയുന്ന കൊച്ചിനെ ആ കൊച്ചിനെ ഉപദ്രവിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു ആ ഓഫീസിലെ ശ്രീകുട്ടൻ. അത് നിങ്ങൾക്കറിയാം, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പൂന്തുറ ആ കൊച്ചിനോട് പറഞ്ഞാണോ നീയും ഈ പാർട്ടിയിൽ കാണത്തില്ലെന്ന്. ആലപ്പുഴ ജില്ലയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഈ കവലയ്ക്കൽ വന്ന് രാത്രിയിൽ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ കേക്ക് അപ്പൊ ഇത് നിങ്ങൾ കേക്ക് അപ്പൊ ശോഭ അവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നപ്പം ഇതാ ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദയ്ക്ക് ചോദിക്കുമല്ലോ ഇപ്പൊ ചെയ്യുന്നത് നിങ്ങളും. അല്ല, അതില്ലാത്തത് ആരാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതില്ലാത്തത് ആർക്കാണെന്നും എനിക്കുണ്ടോന്നും എല്ലാം കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. എന്തിനാ ഈ ആവശ്യമില്ലാതെ പറയുന്നത്? ശോഭ എന്നോട് വിളിച്ചിട്ട് ചേച്ചി എന്താ പ്രശ്നം എന്നല്ലല്ലോ ചോദിക്കുന്നത്. വ്യക്തിപരമായിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു, എന്റെ പൊതുപ്രവർത്തനത്തിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ നാട്ടുകാരുടെ കൂടെ നിന്ന് നീ കളിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും നാട്ടുകാരുടെ കൂടെ നിന്ന് കളിക്കത്തില്ല. അത്രയധികം മാനസിക ഈ ഇലക്ഷൻ സമയത്ത് എന്നെ ഒരു വാർഡിൽ പോലും പ്രവർത്തിക്കാൻ സമ്മതിക്കാതിരുന്നത് ഈ അരുണനും കൂടെ ചേർന്ന് ശോഭ ചെയ്തതാണ്. അറിയാത്ത കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എനിക്കെതിരെ ഇട്ട പോസ്റ്റിന് നിങ്ങൾ മാപ്പ് പറഞ്ഞിൽ നിന്ന് ഞാൻ കോടതിയെ കിട്ടുന്നതായിട്ടും വേണ്ട. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDPയേക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് എത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയല്ലേ ആലപ്പുഴയില് ഈ പണം കൊടുക്കാൻ പെണ്ണിനാക്കിയത്? ഞാൻ അങ്ങനെ പെണ്ണാണത്. ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ നീ ഒറ്റ കിട്ടിയ കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവിടെ വിട്ടിട്ടുള്ളത്. എവിടെ എന്റെ ശോഭ ഇന്ന് ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയേണ്ട ശോഭ. ഈ ശോഭ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാണ്. അതേസമയം എന്നോട് സ്നേഹമായിട്ടാണോ ചോദിച്ചത്? ഇതുപോലെ എല്ലാവർക്കും വിഷമമുണ്ട്.